ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? അൽഹംദുലില്ലാഹ്, എനക്കും മക്കൾക്കും ഇവിടെ സുഖം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, റാഹത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ 2-3 ദിവസമായില്ലേ ഞാൻ നിക്കാഹ് വീഡിയോ റാങ്ക് അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ വീഡിയോ ഇടുന്നത്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്നാൽ ഇതൊക്കെ തന്നെയാണല്ലോ എൻ്റെ വീഡിയോ അല്ലേ, ഡേ മൈ ലൈഫും ഫുഡ് ഉണ്ടാക്കുന്നതും അങ്ങനത്തെ ഒക്കെ തന്നെയാണല്ലോ എൻ്റെ വീഡിയോ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ പച്ചക്കറി വണ്ടി വന്നിനേനു. അപ്പോൾ ഞാൻ പോയിട്ട് തക്കാളിയും പച്ചമുളകും ഞാൻ പോയി മേടിച്ചതല്ല കേട്ടോ, വാപ്പ ആനെ കൊണ്ട് മേടിപ്പിച്ചതായിരുന്നു. വാപ്പ മേടിച്ച് വെച്ചിട്ട് കൊടുത്തയച്ചപ്പോൾ അതങ്ങനെ എടുത്തു വെച്ചാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ട് അടിച്ചു വാരിയും തുടക്കുകയൊന്നും ചെയ്തിട്ടില്ല. പാത്രം മാത്രം, രാവിലത്തെ നാഷ്ടൻ്റെ പാത്രം മാത്രം തേച്ച് വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നും എടുത്തിട്ടില്ല. അപ്പം വിചാരിച്ചു എന്തായി, ചോറും കറിയൊക്കെ അങ്ങോട്ട് ആക്കി വെച്ചിട്ട് ഉള്ളങ്ങ് അടിച്ചോരി തുടച്ചിട്ടാൽ പിന്നെ പണിയില്ലല്ലേ. അപ്പോൾ കറി ഇതാ പരിപ്പും ഇത് ചെട്ടും കുരു ഇല്ലേ, ബീൻസിൻ്റെ കുരു, ഇത് ഈ ഇഞ്ചി ഇടൂലേ, ഇഞ്ചി ഇടുന്നിടത്തൊക്കെ ഇതിൻ്റെ ഒരു ചെറിയൊരു വിത്തിട്ട് കൊടുത്താൽ വന്നിട്ട് നല്ലോണം ഉണ്ടാകും ഈ ഒരു ചെട്ടും കുരു കേട്ടോ. ഇത് ചുവന്ന കുരു ഉണ്ട്, പിന്നെ കറുത്ത കുരുവിൻ്റെതും ഉണ്ട്, സാധാരണ നമ്മളെ വെള്ളമല്ലേ ബീൻസിൻ്റെ ഉള്ളിൽ ഉണ്ടാണ് അങ്ങനത്തെ കുരുവിൻ്റെ ഉണ്ട്. നല്ല രസമാണ് അത് പരിപ്പിലിട്ട് വെച്ചാൽ. ഇനി പരിപ്പൊന്നും ഇടാതെ വെറും ഇത് ഉരുളക്കിഴങ്ങും വറുത്തരച്ചിട്ട് വെച്ചാൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറി അതാണ്, ചെട്ടുംകുരും പിന്നെ ബീൻസും ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം കൂടി ഇട്ടിട്ട് സാമ്പാറല്ല, തേങ്ങ അരച്ചിട്ട് നമ്മൾ ഉള്ളിയും ജീരകമൊക്കെ കൂട്ടിയിട്ട് തേങ്ങ അരച്ചിട്ട് വെക്കൂലേ, ആ കറിയാണ് കേട്ടോ. കേവേജ് ഉപ്പേരി ആക്കാൻ വേണ്ടിയിട്ട് എടുത്തിനേനു, പിന്നെ ഞാൻ എടുത്തിട്ടില്ല, ഉപ്പേരി ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല ചുവന്ന കുരുവിൻ്റെതാണ്. പക്ഷേ ഉപ്പേരിക്ക് ഞാൻ എന്താക്കി, ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറി എടുത്തേക്കുമ്പോൾ എടുത്തിനേനു കേവേജ് ഉപ്പേരി ആക്കിയിട്ട് പച്ചക്കറി കറി വെക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ പെട്ടെന്ന് അൽഹംദുലില്ലാഹ് ഒരു ഗസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ചോറ് തിന്നാൻ. പിന്നെ ഞാൻ വേഗം പപ്പടെല്ലാം പൊരിച്ച്, ഞാൻ ഉണക്ക് പൊരിച്ചതും പച്ചക്കറി കറിയും എല്ലാം ആക്കിയിട്ടുണ്ടായത്. പിന്നെ വേഗം മുട്ടയും പൊരിച്ച് പപ്പടെല്ലാം പൊരിച്ചിട്ട് അൽഹംദുലില്ലാഹ് ചോറ് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്താക്കി, ചോറ് തിളച്ചിനി, അത് വേഗം റൈസ് കുക്കർക്ക് ഇറക്കിയൊക്കെ എന്നിട്ട് ബാക്കിയുള്ള പണിയെടുക്കാനിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് കണ്ടു നോക്കിയിട്ട് വരും. വീഡിയോൻ്റെ അഭിപ്രായം നിങ്ങൾ അറിയിക്കാനും മറക്കരുത്. അതേപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അല്ലാ നീയല്ലാതെ ആരുമില്ലൊരു കാവല്, അലിവിൻ്റെ നീരിനായി തേടും ഈ വേഴാമ്പല്, ഓരോരോ കാലടി കബറിലേക്കാണെന്നോർക്കാതെ ഓടിത്തളർന്നു ഞാൻ തെറ്റിൻ പാതയിൽ വല്ലാതെ. അല്ലാ നീയല്ലാതെ ആരുമില്ലൊരു കാവല്, അലിവിൻ്റെ നീരിനായി തേടും ഈ വേഴാമ്പല്, ഓരോരോ കാലടി കബറിലേക്കാണെന്നോർക്കാതെ ഓടിത്തളർന്നു ഞാൻ തെറ്റിൻ പാതയിൽ വല്ലാതെ. അത് ചെറിയ ഉള്ളി ആണെങ്കിൽ നമ്മളെ സാമ്പാർ ഉള്ളി ഉണ്ടല്ലോ, ആ ചെറിയ ഉള്ളി ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി രസമായിരിക്കും കേട്ടോ കറിക്ക്. അപ്പം എൻ്റെ അടുത്ത് ഉണ്ടായത് സവാളയായിരുന്നു, ആ സവാളയും ചെറിയ ജീരകവും. ഞാൻ മല്ലിപ്പൊടി കൂട്ടാത്ത കറിക്ക് ചെറിയ ജീരകം കൂട്ടും കേട്ടോ, മല്ലിപ്പൊടി ഇട്ട കറിക്കാണ് വലിയ ജീരകം കൂട്ടൽ. അങ്ങനെ കറിയൊക്കെ വെച്ച് എന്താക്കി കടുകെല്ലാം പൊട്ടിച്ച്. അപ്പോൾ ഉണക്ക് പൊരിച്ചത് മതിയല്ല ഇപ്പം അല്ലേ, എന്തിനാ അപ്പം പള്ളറച്ച് ചോറ് കഴിക്കാൻ, എന്തിനാ അപ്പോൾ കുറേ സാധനങ്ങൾ, ഒരു ഉണക്ക് പൊരിച്ചതും എന്തെങ്കിലും ഒരു കറിയും ഉണ്ടെങ്കിലും, കറിയും എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണക്ക് പൊരിച്ചതൊന്നും, പിന്നെ ഉണക്ക് പൊരിച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ കറി വേണമെന്നൊന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്താക്കി നല്ലോണം ഇത് എന്തുണക്കാന്നൊന്നും നമുക്ക് അറിയൂല, നല്ല ടേസ്റ്റ് ഇല്ല ഒരു ഉണക്കാണ്, എന്താ ഇതിൻ്റെ പേര് എന്നൊന്നും നമുക്ക് അറിയില്ല ഈ ഉണക്ക മീൻ്റെത്. അപ്പോൾ ഞാൻ കുറച്ച്
ആ നോമ്പ് സമയത്ത് കുറച്ച് കൊണ്ടാട്ട മുളക് ആക്കി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ നമ്മൾ തൈരിലിട്ടിട്ട് തൈര് ഉപ്പിട്ടിട്ട് പിന്നെ ഉണക്കിയെടുക്കൂലേ, അങ്ങനെ കുറച്ച് മുളകും ഉണക്കി വെച്ചിട്ടുണ്ടായിനു. പിന്നെ അതെന്താക്കി കുറച്ച് ഈ ഉണക്കമീനിലിട്ടിട്ട് തിന്നാൻ നല്ല രസമാണല്ലോ അല്ലേ. അതെന്താക്കി അതും കുറച്ചേക്ക് വാരിയിട്ടിട്ടോ. പക്ഷെ മാഷാ അല്ലാ നല്ല 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 ടേസ്റ്റാണ് ഇത് തിന്നാൻ. ചോറിനൊന്ന് കടിച്ചു കൂട്ടിയാലും മതി കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ തിന്നിട്ട് പിന്നെ എന്തൊക്കെയാണ് മക്കൾ നിങ്ങളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ആയി, ചോറും കറിയും ഇതൊക്കെ ആയി ഓരോരോ പാത്രങ്ങളിലേക്കെല്ലാം ഒഴിച്ച് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് തേച്ച് കഴുകി തോത്തി തുടച്ച് അടിച്ച് വൃത്തിയാക്കിയിട്ട് കുളിച്ച് നിസ്കരിച്ചാൽ പിന്നെ നമുക്ക് പിന്നെ അടുപ്പിൻ്റെ അടുത്തേക്ക് അങ്ങ് നോക്കണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഉണക്ക് പൊരിക്കലും ഉണക്ക് നന്നാക്കലും കറിയാക്കലൊക്കെ പിന്നെയും അടുക്കള പിന്നെ വൃത്തികേടാവും. പിന്നെ നമ്മൾ ഇനി എന്താക്കിയാൽ മതി, ഉച്ച ആകുന്ന സമയത്ത് ഇതിപ്പോൾ എത്ര സമയമായിട്ടുണ്ടായിട്ടുള്ളൂ ഒരു 11 മണിയായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എന്താക്കി കുളിയെല്ലാം കഴിഞ്ഞ് നിസ്കാരമെല്ലാം കഴിഞ്ഞ് അടുക്കളയ്ക്ക് പിന്നെ നമുക്ക് വരേണ്ടതേ ഉള്ളൂ. പക്ഷെ ഇപ്പം പിന്നെ കുട്ടികൾ പെരക്കന്നെ ഇല്ലോണ്ട് നമ്മൾ എത്ര ഒരുക്കി വെച്ചാലും കണക്ക് തന്നെയാണ്. എന്നാലും ഇപ്പം അത്ര ചെറിയ പൊടിക്കുട്ടികളൊന്നും അല്ലല്ലോ, അത്യാവശ്യം ബുദ്ധി വെച്ച മക്കൾ തന്നെയാണല്ലോ. അതുകൊണ്ട് പിന്നെ തിരക്കേടില്ല കേട്ടോ.